ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 50. അങ്ങനെ 50ാമത്തെ എപ്പിസോഡ് വരെ നമ്മൾ ടെക് ന്യൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയും മുന്നോട്ടേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓഫേഴ്സാണ് നാളെ തൊട്ട് മെയ് 1 തൊട്ട് ആമസോണും ഫ്ലിപ്കാർട്ടിലും ഓഫേഴ്സാണ് വരുന്നത്. ആമസോണിലാണെങ്കിൽ ഗ്രേറ്റ് സമ്മർ സെയിൽ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ സാസ ലേലെ സെയിൽ, അതായത് അവർക്ക് വേറെ പേരൊന്നും കിട്ടിയിട്ടില്ല എന്നതാണ് ഈ ഒരു തൊട്ടി പേരൊക്കെ കൊടുത്തത്. സാസ ലേലെ സെയിൽ, അതായത് 2 പ്രാവശ്യം സെയിൽ എന്ന് എഴുതിയിട്ട് അതിൻ്റെ സാ ലേലെ, അതാണ് അവരുടെ പേര്. വേറൊരു പേര് അവർ കൊടുക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം ഈ ആമസോണിലാണെങ്കിൽ HDFCയുടെ ബാങ്ക് കാർഡ്സിലാണ് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വരുന്നത്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ SBIയുടെ ബാങ്ക് കാർഡ്സിലാണ് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വരുന്നത്. അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. നാളെ തൊട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 വീഡിയോസ്, അതായത് ഒന്ന് ഫ്ലിപ്കാർട്ടും ഒന്ന് ആമസോണിലും ഓഫേഴ്സ് പറയുന്ന വീഡിയോസും. എല്ലാ ഫോണും ഞാൻ കവർ ചെയ്യുന്നില്ല. ബെസ്റ്റായിട്ട് തോന്നിയ ഫോൺസ് മാത്രമേ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. എല്ലാം പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് അങ്ങ് എത്തും. അതുകൊണ്ട് നല്ല നല്ല ഫോൺസ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ട് നാളെ തൊട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ വീഡിയോ. പിന്നെ കഴിഞ്ഞ ദിവസം CMF ഫോൺ 2 Pro ലോഞ്ച് ചെയ്തു. ഒരുപാട് പേരൊക്കെ അത് ഭയങ്കരമാണ്, അമ്മാതിരി ഫോണാണെന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എനിക്ക് കണ്ട സമയത്ത് തോന്നിയത് ഇത് 2 Pro എന്നല്ല, ഓൾറെഡി ഇല്ല CMF ഫോൺ 1ൻ്റെ ഒരു 2-3 ഫീച്ചേഴ്സ് ആഡ് ചെയ്താൽ എങ്ങനെയുണ്ടാവും, അത്രയേ ഉള്ളൂ. അതായത് ക്യാമറയുടെ ഭാഗത്ത് ഒരു ചേഞ്ച് ഉണ്ട്, ടെലിഫോട്ടോ ലെൻസ് കൊണ്ട് അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പ്രോസറിൻ്റെ ഭാഗത്ത് അതൊരു ചേഞ്ച് ആയിട്ടേ പറയാനില്ല. അതായത് 7300, മറ്റേലാണെങ്കിൽ ഈ പുതിയലാണെങ്കിൽ 7300 Pro, ചെറിയൊരു ഏതോ ഒരു വ്യത്യാസം മാത്രമേ ചിപ്സെറ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബോക്സിനകത്ത് ചാർജർ വരുന്നുണ്ട്, പിന്നെ ഒരു എസെൻഷ്യൽ കീ, അത് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ഡിസൈൻ വൈസ് ആ ഒരു ക്യാമറ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ ഡിസൈൻ ചേഞ്ച് എന്നല്ലാതെ വേറൊരു ചേഞ്ചും ഇല്ല. അതാണ് നോർമലി 19,000 രൂപയ്ക്ക് ഒരു വേർത്തായുള്ള നല്ല പ്രൊഡക്റ്റാണ്. ആ റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം അതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല, 3.1ൻ്റെ സ്റ്റോറേജ് അല്ല, 2.2ൻ്റെ ആണ് സ്റ്റോറേജൊക്കെ വരുന്നത്. അങ്ങനെ ഒരുപാട് കുറവും ആ ഒരു ഫോണുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇന്ന് 12 മണിയാകുമ്പോഴാണ് മോട്ടറോളയുടെ എഡ്ജ് 60 Pro എന്ന ഫോൺ ഇറങ്ങിയത്. 30,000 രൂപയാണ് ആ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസിൽ മോട്ടറോള ഇതുവരെ ഇറക്കിയ എല്ലാ ഫോണിലും ഒരു പെർഫോമൻസ് വൈസ് ഭയങ്കര അധികം വീക്കായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് Dimensity 8350 എക്സ്ട്രീം എന്ന പ്രോസറാണ് ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് വേറെ ലെവലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബെസ്റ്റാണ്. ആ റേഞ്ചിലെ വേറെ ലെവലല്ല, എന്നാലും ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഗെയിമിംഗ് ഇപ്പം BGM ഒക്കെ ആണെങ്കിൽ 60 FPS മാത്രം ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, 90 FPS 120 FPS ഒന്നും കിട്ടുന്നില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് 90 FPS 120 FPS സപ്പോർട്ട് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ UFS 4.0 സ്റ്റോറേജും LPDDR5X റാം ടൈപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ പ്രീവിയസ് എഡ്ജ് 50 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോണിൽ കുറവാണ്. ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് കുറച്ചിട്ടാണ് പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഫോൺ ഇറക്കിയ എല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല ഫോണാണ്. ആ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഏതാണ് ഒരു ബെസ്റ്റ് ഓൾറൗണ്ട് ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എഡ്ജ് 60 Pro തന്നെയാണ് നല്ല ഫോൺ. വേറെ ഒന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. പക്ഷേ ബെസ്റ്റ് ഗെയിമിങ്ങോ ഒന്നും അല്ല കേട്ടോ. അതിനൊക്കെ മറ്റേ ഈ IQവും പോക്കോ ഒക്കെ ഉണ്ട്. അങ്ങനെ ബെസ്റ്റ് ഗെയിമിംഗ് അല്ല, പക്ഷേ ആ ഒരു ഫോൺ എന്ന് പറയുന്നത്, അതായത് ഈ IQവും പോക്കോ എന്ന് പറയുന്നൊരു ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഫോണാണ്. ഇതിലേക്ക് വരുമ്പോൾ ഇതിലെല്ലാം കിട്ടും. അതാണ് മോട്ടറോളയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത്. നല്ലൊരു ഫോണാണ് കേട്ടോ. പക്ഷെ വാങ്ങുന്നുണ്ടെങ്കിൽ റിവ്യൂസൊക്കെ പോയിട്ട് നോക്കാം. നമ്മൾ വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ. പിന്നെ OnePlusൻ്റെ ഒരു കോമ്പാക്റ്റ് ഫോൺ വരുന്നുണ്ട്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്. അതായത് OnePlusൻ്റെ 13S എന്ന മോഡൽ. ഈ ഒരു ഫോൺ, അതായത് ചൈനയിൽ ലോഞ്ച് ചെയ്ത OnePlus 13Tയുടെ ഒരു പേര് മാറ്റിയിട്ട് ഇപ്പോൾ 13S എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടെ ഇറങ്ങിയ ഇപ്പം 2 സ്പെക്ക് മാത്രമേ ഇപ്പോൾ റിവീൽ ആയിട്ടുള്ളൂ. അതായത് ഡിസൈനൊക്കെ തന്നെ റിവീൽ, സെയിം ഡിസൈനാണ് അവിടെ ഇറങ്ങിയ, എന്താണോ അതന്നെയാണ് ഇവിടെയും വരുന്നത്. 6.32 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഒരു കോമ്പാക്റ്റ് സൈസാണ് ഫോൺ വരുന്നത്. അപ്പോൾ വീണ്ടും സ്നാപ്ഡ്രാഗൻ്റെ 888 ഒക്കെയാണ് വരുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് കോമ്പാക്റ്റ് ഫോൺ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് വെച്ച് പറയുകയാണെങ്കിൽ S25 ആണ് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ.
പക്ഷെ അതിലൊരുപാട് ബാറ്ററി അത്ര വലിയ ബാറ്ററി അല്ല. പക്ഷേ ഇതിൻ്റെ ബാറ്ററി അങ്ങ് ചൈനയിൽ ലോഞ്ച് ചെയ്ത് 6200 mAh ബാറ്ററി ഒക്കെ ആയിരുന്നു ആ ഒരു ചെറിയ ഫോണിൽ അവർ വെച്ചിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബാറ്ററിയുടെ സൈസ് കുറയോ എന്നൊന്നും അറിയത്തില്ല. മിക്കവാറും സെയിം ബാറ്ററി ആവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഗംഭീര ഫോൺ ആ ഒരു ഡിസ്പ്ലേ സൈസും വെച്ച് ഈ വലിയ ബാറ്ററി ഒക്കെ വെച്ച് വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബാറ്ററി ലൈഫ് ആ ഒരു ഫോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനൊരു എന്താ പറയുക കോമ്പാക്റ്റ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങാൻ വേണ്ടി നോക്കുന്നതും കോമ്പാക്റ്റ് ഫോണാണ്. അത് ഈ ബഡ്ജറ്റ് റേഞ്ചിലൊന്നും കോമ്പാക്റ്റ് ഫോണില്ല, എല്ലാം വലിയ ഫോൺസാണ്. പക്ഷേ ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് പോകുമ്പോൾ കോമ്പാക്റ്റ് ഫോൺ കിട്ടുന്നുണ്ട്. പ്രൈസ് റേഞ്ച് വെച്ച് നല്ലൊരു പ്രൈസിൽ ഇറക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു പ്രൈസിൽ ലോഞ്ച് ഡേറ്റ് എന്തായാലും ഒരു സെക്കൻഡ് വീക്കിനുള്ളിൽ എന്തായാലും ലോഞ്ച് ചെയ്യും അടുത്ത മാസം. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും പോകത്തില്ല. പിന്നെ റിയൽമിയുടെ GT7 എന്ന മോഡലും വരുന്നുണ്ട്. അതിൻ്റെയും ഒഫീഷ്യലായിട്ടുള്ള കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ തന്നെ അവരിപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവർ ഏറ്റവും എടുത്തെടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് 6 hours സ്റ്റേബിൾ ആയിട്ട് 120 FPS BGMI കളിക്കാൻ വേണ്ടി പറ്റും അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. ഡിമെൻസിറ്റിയുടെ 9300+ എന്ന ചിപ്സെറ്റും വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ഒന്നാമത്തെ കാര്യം റിയൽമിയാണ്. പ്രൈസ് റേഞ്ച് വെച്ചിപ്പം GT7 Pro ഒക്കെ ഇറക്കിയ പ്രൈസ് ഭയങ്കര ഓവർ പ്രൈസ് ആയിട്ട് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. പിന്നെ അത് ആരും വാങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനത്തെ ഫ്ലോപ്പായിട്ടുള്ള മോഡലായിരുന്നു. അപ്പം GT7 വരുമ്പോൾ പ്രൈസ് റേഞ്ച് വെച്ച് ഭയങ്കര അധികം പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആരും വാങ്ങാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ. പ്രൈസ് റേഞ്ച് വെച്ച് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണെങ്കിൽ ഫോൺ നല്ലൊരു ബെസ്റ്റ് ആയിരിക്കും. അപ്പം ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ iPhone 13 ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കയ്യിലും ഇപ്പോൾ യൂസ് ചെയ്യുന്ന iPhone 13 ആയിരിക്കും. ഏറ്റവും കൂടുതൽ സെയിൽ പോയതും iPhone 13 ആണ്. iPhone 13 ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പം ചാർജ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഭയങ്കര അധികം യൂസ് ചെയ്യുന്ന സമയത്തോ അല്ല, ജസ്റ്റ് പോക്കറ്റിൽ നിന്നാണ് ഈ ഒരു ഫോൺ ബ്ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ആയിരിക്കും, മെയിനായിട്ട് ഹീറ്റിംഗ് എന്നുള്ള പരിപാടി കൊണ്ടായിരിക്കും ഇത് പൊട്ടിത്തെറിച്ചാൽ. അത് വേറൊരു ഇഷ്യൂ ഉണ്ടാവാൻ വേണ്ടി വലിയ ചാൻസ് ഇല്ല. അതായത് ഇപ്പോൾ ഒന്നാമതേ ഭയങ്കര അധികം ചൂടാണ്. ഈ ഒരു ചൂട് സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റൊക്കെ അടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഫോൺ ജസ്റ്റ് 1-2 മിനിറ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫോൺ നല്ല രീതിയിൽ ചൂടാവും. അങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫോണിൻ്റെ ബാറ്ററി ലൈഫിനും അത് ഫോണിനും ഭയങ്കര അധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ കാര്യം മെയിനായിട്ട് നോക്കുക. ഫോൺ ഇപ്പം നോർമലി ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും ഓവർ ഹീറ്റിംഗ് തോന്നിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോണൊന്ന് കൂളായതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. കേസൊക്കെ ഊരിയിട്ടിട്ട് മാത്രം യൂസ് ചെയ്യാം. കേസൊക്കെ ഊരിയിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് കൂളാവാൻ വേണ്ടി വെക്കുക. പിന്നെ ഓവർ ഹീറ്റ് ചെയ്ത സമയത്ത് പോയിട്ട് കൊണ്ട് ചാർജ് ചെയ്യാതിരിക്കുക. അതൊക്കെ ബാറ്ററിക്ക് നല്ല ഇതിൽ അഫക്റ്റ് ചെയ്യും. ഈ രീതിയിലുള്ള ബ്ലാസ്റ്റൊക്കെ വരാൻ അത് ഭയങ്കര അധികം ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു. ഇനി ഇതിപ്പോൾ അവർ വാറണ്ടിയിലോ അല്ലെങ്കിൽ വാറണ്ടിയൊക്കെ ഓൾറെഡി കഴിഞ്ഞതായിരിക്കും. ഫോൺ അവർക്ക് പോയി, ആ ഒരു കൊടുത്ത പൈസന് പോയി, ശരിയാക്കാനോ ഒന്നും പറ്റത്തില്ല. പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഏത് ഫോണാണെങ്കിലും നിങ്ങൾ ഹീറ്റിംഗ് എന്നുള്ള കാര്യം അതായത് ശ്രദ്ധിക്കുക. ഹീറ്റിംഗ് വരികയാണെങ്കിൽ കുറച്ച് സമയം ഫോണൊന്ന് കൂളാവാൻ വേണ്ടി വെക്കുക. ഹീറ്റിങ്ങിൽ ഭയങ്കര അധികം ഹീറ്റിംഗ് ആയിട്ടൊന്ന് പോക്കറ്റിലൊന്ന് വെച്ചുകൊണ്ട് നടക്കാതിരിക്കുക. പിന്നീട് ഈ മൊബൈൽ ഹോൾഡറിൽ ബൈക്കിലും കാറിലൊക്കെ തന്നെ ഡാഷ്ബോർഡിലൊക്കെ ഈ ഒരു ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നത്. അപ്പം അത് ഫോൺ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നഷ്ടം പൊട്ടിത്തെറിച്ചവനാണ് അതിന് നഷ്ടം. അതിപ്പോൾ കമ്പനി ഒന്നും ഏറ്റെടുക്കാൻ വേണ്ടി പോകാത്ത കാര്യമാണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ തന്നെ യൂസ് ചെയ്യാം. ഫോണാണ് എപ്പോൾ വേണം. ഇപ്പോഴത്തെ ഫോണൊക്കെ ആണെങ്കിൽ 7000 mAh വലിയ ബാറ്ററി ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പം ആ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടെക് ന്യൂസിൽ പറയാനുള്ളത്. അങ്ങനെ ഒരുപാട് ന്യൂസൊന്നും പറയാനേ ഉണ്ടായിട്ടില്ല കേട്ടോ. കുറച്ച് ന്യൂസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. ഇറങ്ങിയ ഫോൺസൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഈ ഒരു റീസെൻ്റ്ലി കഴിഞ്ഞ മാസമല്ല, ഈ മാസം തന്നെ, അടുത്ത മാസം ഇനിയിപ്പോൾ നാളെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ മാസം ഇറങ്ങിയ എല്ലാ ഫോൺസും ഒരു നല്ല ഫോൺസ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര അധികം മോശമായിട്ട് ഓഫ്ലൈൻ സീരീസ് ഫോൺ അങ്ങനെയാണ്. പക്ഷേ ബാക്കിയുള്ള ഫോൺസൊക്കെ അത്യാവശ്യം നല്ല ഫോൺസ് ആയിരുന്നു ഒട്ടുമിക്ക എല്ലാം ഇറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോർ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.